ഹായ് ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ തന്നെ ആദ്യം എണീറ്റ് അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാം. അങ്ങനെ ബാഗിൽ ഞാൻ ആദ്യം തന്നെ വരയ്ക്കാൻ വേണ്ടി കുറച്ച് പേപ്പറുകൾ എടുത്തായിരുന്നു. വരച്ചില്ല. ആ പേപ്പറുകളെല്ലാം നമുക്ക് ബാഗിൽ ഫയലിലാക്കി വയ്ക്കാം. അങ്ങനെ അതെല്ലാം ആക്കി വെച്ചു. പിന്നെ 2 പുസ്തകങ്ങൾ വെച്ചു. കഥാപുസ്തകങ്ങളാണ്. ഞാൻ എവിടെ പോകുമ്പോഴും കഥാപുസ്തകങ്ങൾ കൈവയ്ക്കാറുണ്ട്. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം അലക്കാൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റെല്ലാം മടക്കി വൃത്തിയാക്കി ബാഗിൽ കയറ്റി. ഇന്ന് നമുക്ക് ഇന്നലെ കഴിക്കാൻ മേടിച്ച ബേക്കറി സാധനങ്ങളെല്ലാം ബാഗിലാക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ബേക്കറി സാധനങ്ങളും ബാഗിലാക്കി പേഴ്സും വെച്ചു. ഇനി നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കറിയെല്ലാം ആയിട്ടുണ്ട്. അമ്മ ദാണ്ടെ ചോറ് പൊതിയുവാണ്. ചോറും പൊതിഞ്ഞതും ബാഗിൽ വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇറങ്ങുന്ന വഴിക്ക് ഞാൻ വീണ്ടും അടുത്തുള്ള മഠത്തിൽ പോയി അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. നല്ല വെയിലാണ്. സമയം 11 മണിയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ബസ് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ നിന്നൊരു വഴിയായി ഗൈസ്. ബസ് കുറേ അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ബസ് പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു ബസ് വരുന്നുണ്ട്. നമുക്ക് ഈ ബസ് എങ്ങോട്ടാണെന്ന് നോക്കാം. അതെ ഗൈസ്, ഈ ബസ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ്. ഈ ബസ് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. നമുക്കപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറാം. അങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. പുഴയും കാടും പാടവും മേടും എല്ലാം താണ്ടിയാണ് എൻ്റെ ബസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. വെയിലായതുകൊണ്ട് തന്നെ പാടമെല്ലാം ഉണങ്ങി കരിഞ്ഞെടുക്കുകയാണ്. പുഴയിലാണെങ്കിൽ മണൽ മാത്രമുണ്ട്, വെള്ളം വളരെ കുറച്ചാണുള്ളൂ. അങ്ങനെ സഞ്ചരിച്ച് എൻ്റെ ബസ് റെയിൽവേ സ്റ്റേഷനിലെത്താറായി. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ടിക്കറ്റും എടുത്തു. എൻ്റെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 4 നമുക്കിനി അങ്ങോട്ട് പോകാം. ഈ സ്റ്റെപ്പെല്ലാം കയറണം ഗൈസ്. ഈ സ്റ്റെപ്പെല്ലാം കയറി ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നോക്കുമ്പോൾ ട്രെയിൻ വരാൻ ഇനിയും കുറേയധികം സമയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുസ്തകം വായിക്കാം. അങ്ങനെ ഞാൻ വായിച്ചു കുറച്ചാക്കി വെച്ചിരുന്ന സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് വായിക്കാൻ തുടങ്ങി. ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. ട്രെയിനിൽ തിരക്കും ഇല്ല, സീറ്റും ഇല്ല. അങ്ങനെ നിന്ന് തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ വിചാരിച്ചു എന്നൊരു സിനിമ കണ്ടേക്കാം. അങ്ങനെ കുറച്ച് സിനിമ മുഴുവനൊന്നും കണ്ടില്ല, കുറച്ച് സിനിമ കണ്ടു. പിന്നെ ഒന്ന് ഉറങ്ങി. അപ്പോഴേക്കും ഉണർന്നു. പിന്നെ ഇതേ പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് 7 ദിവസം ഇത് പെട്ടെന്നാണ് പോയത്. ടപ്പ് തന്നെ പോയി. ഇനി ഹോസ്റ്റലിൽ പോയാലോ? ഓരോ ദിവസവും പതിയെയാണ് പോകുന്നത്. ഇനി ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരണമെങ്കിൽ 2ാം ശനി ആവണം, അതായത് മെയ്യിലെ 2nd സാറ്റർഡേ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ഇറങ്ങി. ഇനി ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് വേണം ഞങ്ങൾ ഹോസ്റ്റലിൽ പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയ്ക്ക് കയറി. ഓട്ടോയ്ക്ക് വിളിച്ച് ഹോസ്റ്റലിൽ പോവാണ്. ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട്, ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. നമുക്ക് ഹോസ്റ്റലിൽ കയറാം. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തി. ഇനി ഏറ്റവും വലിയ കഷ്ടമുള്ള കാര്യമാണ് നമ്മളിതിൽ എഴുതിയിരിക്കുന്ന പേരെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പേരെല്ലാം കണ്ടുപിടിച്ച് ടൈമും സൈനൊക്കെ ഇട്ടു. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തി ഗായ്സ്. അപ്പോൾ ഇനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. റൂമെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ബാക്കി ഹോസ്റ്റൽ ആൻഡ് കോളേജ് വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളായും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.